ഈ മുനമ്പം ജനതയെ പാർലമെന്റിൽ ലോക്സഭയിൽ റെപ്രസെന്റ് ചെയ്യുന്ന ഹൈബി എം പി ഒക്കെ ഉന്നയിച്ച ഒരു ആരോപണമുണ്ട്. ഈ ഭേദഗതി ബില്ല് കൊണ്ട് മുനമ്പം ജനതയ്ക്ക് പരിഹാരം ഉണ്ടാവുകയില്ല, അതായത് മുൻകാല പ്രാബല്യം ഇതിനില്ല എന്നൊക്കെ. ആ വാദഗതിക്ക് ഒരു അടിസ്ഥാനമുണ്ടോ? ഈ ഭേദഗതി ബില്ലിലൂടെ എങ്ങനെ മുനമ്പം ജനത ഇപ്പോൾ നേരിടുന്ന ഈ ഒരു പ്രതിസന്ധിക്ക് എങ്ങനെ ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കും? ശ്രീ സ്റ്റാലിൻ്റെ മുനമ്പം വിഷയം എന്ന് മാത്രമല്ല, ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മൾ ആദ്യം അതിനൊരു പരിഹാരം കാണണമെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ആധികാരികമായിട്ട് പഠിക്കണം. ഈ ഹൈബി ഈഡനോ അല്ലെങ്കിൽ ഈ കോൺഗ്രസ് എംപിമാരോ മറ്റുള്ള സാധാരണ ഒരുപാട് പേര് മുനമ്പത്ത് ചെന്നിട്ട് അവർക്ക് ഐക്യദാർഢ്യമൊക്കെ പ്രഖ്യാപിക്കാൻ ചില്ലാണ്. പക്ഷെ അവരിൽ എത്ര പേര് ഈ വഖഫ് ആക്ട് എന്താണെന്നും ഇതിന്റെ ഭരണഘടനാ വിരുദ്ധത എന്താണെന്നും എന്താണ് മുനമ്പത്തിന്റെ യഥാർത്ഥ പ്രശ്നമെന്നും അവരുടെ ചരിത്രം എന്തായിരുന്നു എന്നും എന്തൊക്കെയായിരുന്നു ഇതുവരെ വന്നിട്ടുള്ള കോടതി വിധികളെന്നും എങ്ങനെയാണ് അവർക്കൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുക എന്നൊക്കെ പറയണമെങ്കിൽ തന്നെ ആധികാരികമായിട്ടൊരു പഠനം നടത്തിയ ആളിന് മാത്രമേ സാധിക്കൂ. ഇപ്പോ ഹൈബി ഈഡൻ മുനമ്പംകാരുടെ എം പി ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഈ വിഷയം എന്താണെന്നോ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിയമപ്രശ്നങ്ങൾ എന്താണെന്നോ എങ്ങനെയാണ് വഖഫ് ആക്ട് അവരുടെ പ്രശ്ന പരിഹാരത്തിന് തടസ്സമായി നിൽക്കുന്നതോ എന്നും യാതൊരു ധാരണയും ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം അല്ലാത്ത പക്ഷം ഇന്നലെ പാർലമെന്റിൽ പാസാക്കിയ നിയമം, ആ നിയമം അതുപോലെ തന്നെ നടപ്പിൽ വരികയാണ്, രാജ്യസഭയും പാസാക്കുകയാണ് എന്നുണ്ടെങ്കിൽ മുനമ്പത്തിന് 100% പരിഹാരം ഉണ്ടാകുന്നു. അപ്പോൾ ഈ വഖഫ് ബില്ലിനെ കുറിച്ചിട്ട് ആധികാരികമായിട്ട് ഹൈബി ഈഡൻ ഇന്നലെ പാർലമെന്റിൽ പറയേണ്ടിയിരുന്നത്, ഞാൻ ഈ ബില്ലിനെ എതിർക്കുന്നു, എന്തായാലും ഈ പുതിയ നിയമത്തിൽ സെക്ഷൻ 2 കൊണ്ടുവരുന്ന പരിഷ്കാരത്തോടു കൂടി എന്റെ ജനങ്ങൾക്ക് പരിഹാരം കിട്ടുന്നതിനാൽ ഞാൻ ഈ സർക്കാരിന് അക്കാര്യത്തിൽ മാത്രം നന്ദി രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിരുന്നു എങ്കിൽ നമുക്ക് ഈ ഹൈബി ഈഡൻ ഈ മുൻപത്തെ കേസ് യഥാർത്ഥത്തിൽ പഠിച്ചിരുന്നു എന്നും അദ്ദേഹത്തിന്റെ ജനങ്ങൾക്ക് കിട്ടാവുന്ന പരിഹാരം എന്താണെന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് ധാരണ ഉണ്ടായിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നാം മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ മാസം ഫെബ്രുവരി 14 തീയതി രാത്രിയാണ് JPC ഫൈനൽ റിപ്പോർട്ട് അവർ പുറത്തുവിട്ടത്. എനിക്ക് കിട്ടിയത് രാത്രി 12:30 മണിക്ക് ഫാദർ ജോഷി മയ്യാറ്റിൽ എനിക്ക് അയച്ചു. ഞാൻ ഉടനെ ഇതുമായിട്ട് എഴുതിട്ട് ഇത് വായിക്കണമല്ലോ. വൈഫ് ചോദിച്ചു എവിടെ പോവാ, ഞാൻ പറയാം എനിക്ക് അത്യാവശ്യം കുറച്ച് വായിക്കണം. നോക്കിയപ്പോ 936 പേജ് മൊബൈലിലാണ് സാധനം വന്നിരിക്കുന്നത്. എന്റെ ഒരു കണ്ണൻ ഇറ്റ് ഈസ് സ്റ്റിൽ ഡ്യൂ ഫോർ ഈ ഓപ്പറേഷൻ ചെയ്തതിന് കാഴ്ചയുള്ളൂ. പക്ഷെ എന്റെ ഒരു താല്പര്യം കൂടുതൽ കാരണം ഞാനത് ആധികാരികമായിട്ട് തന്നെ പഠിക്കാൻ തുടങ്ങി. ഇപ്പൊ 936 പേജ് എനിക്ക് പ്രശ്നമില്ല, കാരണം എനിക്ക് എന്തൊക്കെയാണ് ഈ അമെന്റ്മെന്റ് വരാൻ പോകുന്നതെന്നൊക്കെ അറിയാമെന്നുള്ളത് കൊണ്ട് ഞാൻ ഈ JPC റെക്കമെൻഡേഷൻ മാത്രം നോക്കി പോവുകയാണ്. അങ്ങനെ 3 മണിയായ സമയത്ത് ഞാൻ ക്ലോസ് 10 അതായത് വഖഫ് ആക്ടിന്റെ സെക്ഷൻ 13, അവിടെയാണ് ഈ വഖഫ് ബോർഡുകൾ, ഇപ്പൊ സുന്നിക്കും ഷിയാക്കും മാത്രമേ ഉള്ളൂ, അപ്പൊ മറ്റ് വഖഫ് ബോർഡുകൾ കൂടി ഉണ്ടാക്കുന്ന വിഷയം ചർച്ച ചെയ്യുന്ന അവസരത്തിൽ അവർ ഒരു നിർദ്ദേശം JPC കൊടുക്കുകയാണ്, അവരുടെ റിപ്പോർട്ട്. അത് കണ്ട സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായി മുൻപ് വിഷയം പരിഹരിക്കപ്പെടാൻ പോകുന്നു, പ്രൊവൈഡ് ഈ നിയമം ഇതുപോലെ തന്നെ പാസ്സാക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ധാരണയിൽ എത്തണമെങ്കിൽ എല്ലാവർക്കും സാധ്യമില്ല, ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു ധാരണയിൽ എത്താൻ കഴിയണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഈ വഖഫ് നിയമം അറിയണം, വഖഫ് ആക്ട് അറിയണം, വരാൻ പോകുന്ന നിയമ ഭേദഗതി അറിയണം, മുൻപത്തെ യഥാർത്ഥ ചരിത്രം എന്തായിരുന്നു, നിയമപരമായ കൂടി ചരിത്രം എന്തായിരുന്നു എന്ന് അറിയണം. കൂടാതെ ഫറൂഖ് കോളിന്റെ ലീഗൽ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാം. ഇത്രയും കാര്യങ്ങൾ ഉള്ള ഒരു മനുഷ്യന് മാത്രമേ ഇവിടെ ഒളിഞ്ഞു കിടക്കുന്ന പരിഹാരം കണ്ടെത്താൻ സാധിക്കൂ. തുടർന്ന് ഫെബ്രുവരി മാസം 15 തീയതി അന്ന് പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ ഒരു വീഡിയോ പുറപ്പെടുവിച്ചു, ധൈര്യസമേതം 100% പരിഹാരം കൊണ്ടുവന്നു. കാരണം എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ ഈ കഷ്ടപ്പെട്ടതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ആദ്യമായിട്ട് ഈ കാര്യം ലോകത്തോട് എനിക്ക് വിളിച്ചു പറയണം, ഒരു സ്വാർത്ഥത എന്ന് തന്നെ വെച്ചു. അതിനുശേഷം ആരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നേ ഇല്ല, കാരണം വിശ്വാസമില്ല. ഏതോ ഒരു സ്റ്റാലിൻ ദേവൻ എവിടെ നിന്നോ വന്നിട്ട് എന്തൊക്കെ വിളിച്ചു പറയുന്നു, ഇതിനെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? അവരെയും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ജനം TVയിലെ അനിൽ നമ്പ്യാരെ കുറിച്ച് വിളിച്ചിട്ട് പറഞ്ഞു, അനിൽ, ഇതാണ് ഇഷ്യൂ, ഈ ഇഷ്യൂ ആണ്
കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ ഇവിടെ ചൂടേറിയ ചർച്ചയാകാൻ പോകുന്നത്. കാരണം ഈ ഭേദഗതി കൊണ്ട് മുനമ്പത്തിന് പരിഹാരം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള വിഷയം, അതാണ് നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതെ അതെ അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോ ഇത് ഏറിയാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ്. അതായത് ആദ്യമായിട്ട് ഇത് ജനങ്ങളെ അറിയിച്ച ചാനൽ ജൻ ടി വി ആണെന്ന്. 23-ാം തീയതി തന്നെ അവര് അരമണിക്കൂർ ഇതുപോലെയുള്ള ഒരു പ്രോഗ്രാം, അതായത് മറുപടി എന്ന്, അവിടെ ഞാൻ കാരണം സഹിതം വളരെ വ്യക്തമായിട്ട് എന്തുകൊണ്ടാണ് പരിഹാരം കിട്ടുന്നതെന്ന് ഇന്ന് വളരെ വിശദമായിട്ട് ഞാൻ പറഞ്ഞു. എന്നിട്ടും ആരും ഇതുവരെയും അനങ്ങിയിട്ടില്ല. എന്നാൽ ഇന്നലെ ഈ വഖഫ് ഭേദഗതി പാർലമെന്റിൽ പാസാക്കിയതിനു ശേഷം ഇന്ന് എന്നെ ബന്ധപ്പെടുന്നത് BJPയുടെ ടോപ്പ് ലെവൽ നേതാക്കളാണ്. അതായത് ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നു എങ്ങനെയാണ് പരിഹാരം. അപ്പൊ ഞാൻ അത് വിശദമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കും, മെറ്റീരിയൽസ് അയച്ചു കൊടുക്കും. അപ്പൊ സ്ലോലി ഈ കാര്യത്തിലേക്ക്, ഈ വിഷയത്തിലേക്ക് ആൾക്കാർ കടന്നു വന്നു തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഇന്ന് ഇവിടുത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് മുനമ്പത്തിന് ഈ വഖഫ് നിയമ ഭേദഗതിയിലൂടെ എന്തെങ്കിലും പരിഹാരം കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ്. ആദ്യമായിട്ട് മുനമ്പം ജനത താങ്ക്സ് പറയേണ്ടത് ദൈവത്തിനോടാണ്. കാരണം ഈ ഓഗസ്റ്റ് മാസം 8-ാം തീയതി കൊണ്ടുവന്ന നിയമം അന്ന് തന്നെ പാർലമെന്റ് പാസാക്കിയിരുന്നു എങ്കിൽ മുനമ്പംകാർക്ക് യാതൊരു വിധത്തിലുള്ള പരിഹാരവും ലഭിക്കില്ലായിരുന്നു. അപ്പോൾ അവർ ആദ്യം നന്ദി പറയേണ്ടത് ദൈവത്തിനോടാണ്. കാരണം ഇത് JPC-യിലേക്ക് അയക്കപ്പെട്ടു. അവിടെ ഒരു പ്രത്യേക വിഷയം ചർച്ച ചെയ്യപ്പെടുകയുണ്ട്. അതായത് ഈ മഹാരാഷ്ട്രയിലുള്ള ബോറ എന്ന് പറയുന്ന ഒരു മുസ്ലിം ഉപമത വിഭാഗം, അതായത് അതൊരു റിലീജിയസ് ഡിനോമിനേഷനാണ്. ഡിനോമിനേഷൻ എന്ന് പറയുന്നത് ഓരോ മതത്തിന്റെയും പിന്നെ മൈനോറിറ്റി അല്ല, നമ്മുടെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എല്ലാ വിഭാഗങ്ങളുടെയും അടിയിൽ ചില പ്രത്യേകത രീതിയിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പിന്നെ ഫോളോ ചെയ്യുന്ന മതവിഭാഗങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ആർട്ടിക്കിൾ 26. അപ്പോൾ അവർ കാലാകാലങ്ങളിലായി ചെയ്തു വന്നിരുന്നത് എന്തായിരുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ, ഈ വഖഫ് ഉണ്ടാക്കുന്നതിന് പകരം അവർ പബ്ലിക് ട്രസ്റ്റുകളാണ് ഉണ്ടാക്കിയത്. അപ്പോൾ 1995 വരെ അവർക്ക് ഒരു പ്രശ്നവുമില്ല. കാരണം 95-ൽ പുതിയ ആക്ട് വന്നപ്പോഴാണ് ഈ സൊസൈറ്റികളെയും ട്രസ്റ്റുകളെയും ഒക്കെ വഖഫ് ആക്ടിന്റെ പരിധിയിൽ കൊണ്ടുവരാം എന്നുള്ള ഒരു നിയമം വന്നു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മീയാചാര്യം, ലോക വ്യാപകമായി തന്നെ അവരുടെ ആത്മീയാചാര്യം എന്ന് പറയുന്നത് അൽ മുത്തലാഖ് എന്ന് പറയുന്ന ഒരു ആത്മീയ ആചാരമാണ്. അവർക്കുള്ള എല്ലാ വസ്തുക്കളും അദ്ദേഹത്തിൽ നിക്ഷിപ്തമാണ്. അപ്പൊ അദ്ദേഹം ഇതൊക്കെ വസ്തുക്കളെ, വേൾഡ് വൈഡ് ആയിട്ടുള്ള ഈ വസ്തുക്കള് ഒരു മാനേജർ വെച്ചിട്ടാണ് പിന്നെ ഇത് കൈകാര്യം ചെയ്തു വരുന്നത്. അപ്പൊ അവർ പറഞ്ഞത് ഞങ്ങളുടെ മതപരമായ കാര്യങ്ങളിൽ ബാഹ്യശക്തികൾ ഇത് സർക്കാർ ആണെങ്കിൽ പോലും ഇടപെടുന്നത് ഞങ്ങളുടെ മതനിന്ദയ്ക്ക് കാരണമാകും, ഞങ്ങൾക്കത് ആത്മഹത്യാപരമാകും. അതുകൊണ്ട് ഞങ്ങൾ ഈ വഖഫ് ആക്ടിന്റെ വെളിയിൽ ഈ പരിധിക്ക് പുറത്താക്കി തരണം എന്ന് ആവശ്യപ്പെട്ടു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് JPC മെയിൻലി ഇവർക്ക് വേണ്ടിയിട്ടാണ് ഒരു പരിഷ്കാരം ഈ വഖഫ് ആക്ടിന്റെ സെക്ഷൻ 2-ൽ കൊണ്ടുവരാൻ തീരുമാനിച്ചത്. നേരത്തെ കൊണ്ടുവന്നിരുന്ന ബില്ലിൽ ഈ സെക്ഷൻ 2-ൽ അമെന്റ് ചെയ്യാനുള്ള യാതൊരു നിർദ്ദേശവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സെക്ഷൻ 2 എന്ന് പറയുന്നത് ഏതൊക്കെ സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ വിഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് വഖഫ് ആക്ട് ബാധകം അല്ലാത്തത് എന്നാണ്. അപ്പൊ നേരത്തെ തന്നെ അവിടെ ഒരു അജ്മീറിലെ ദർഗയ്ക്ക് വഖഫ് ആക്ട് ബാധകമല്ല, കാരണം അവർ മറ്റൊരു ആക്ടിന് അടിയിലാണ് അത് ഫംഗ്ഷൻ ചെയ്തത്. ഇങ്ങനെ ഒരു എക്സംഷൻ ആ ദർഗയ്ക്ക് മാത്രം കൊടുത്തിരുന്നു. അപ്പൊ പുതിയ ഒരു ഭേദഗതി അവിടെ കൊണ്ടുവന്നിട്ട് ഈ ബോറ കമ്മ്യൂണിറ്റിയെ കൂടി ഈ വഖഫ് ആക്ടിന്റെ പരിധിയുടെ പുറത്താക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ ബോറയ്ക്ക് വേണ്ടി മാത്രം അത് കൊണ്ടുവരാൻ പറ്റത്തില്ല. ആർട്ടിക്കിൾ 14 ഇക്വാലിറ്റി ബിഫോർ ലോ. അപ്പൊ പലരും പറയും ഞങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ അവഗണിച്ചു എന്നുള്ള ക്വസ്റ്റ്യൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ജനറൽ ആയിട്ടുള്ള ഒരു മാറ്റം ആണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഞാൻ ഇത് വായിക്കാം, എന്താണ് മാറ്റം വരാൻ പോകുന്നത്. ബിക്കോസ് ഇത് ഇന്ന് പ്രതിപക്ഷ നേതാവും ഹൈബി ഈഡനും ഒക്കെ ഇതിനെ മിസ് ഇന്റർപ്രറ്റ് ചെയ്തിട്ടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പരിഹാരം ഉണ്ടെന്ന് തന്നെ അവരുടെ ശ്രദ്ധയിൽ പോലും പെടുന്നത്. അപ്പോൾ ഈ മുനമ്പം ജനതയ്ക്ക് ഇപ്പോൾ ഇതുകൊണ്ടൊരു പരിഹാരം ഉണ്ടാവൂല എന്ന് തെളിയിക്കേണ്ട ഒരു ഒരു ഘട്ടത്തിലാണ് കോൺഗ്രസ് ഇപ്പോൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ BJPക്ക് പോകും. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ പരിഷ്കരണം കൊണ്ട് മുനമ്പം ജനതയ്ക്ക് യാതൊരു വിധത്തിലുള്ള ഉപയോഗവും ഉണ്ടാകില്ല എന്ന് എങ്ങനെയെങ്കിലും സമർത്ഥിക്കാൻ വേണ്ടി പെടാപ്പാട് പെടുകയാണ് ഈ വിധി
സതീശൻ എന്ന് പറയുന്ന ആൾ. അപ്പൊ ഒരിക്കൽ അദ്ദേഹം മുനമ്പത്ത് വന്നിട്ട് ഒരു പ്രസംഗം നടത്തി എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ വഖഫാക്കിയൊക്കെ പഠിച്ചിട്ടുണ്ട്. ശരി. അതിനുശേഷം അദ്ദേഹം പറഞ്ഞ ഒരു വിഡ്ഢിതനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് ഈ വഖഫ് ആക്ടിന്റെ സെക്ഷൻ 40 മാറ്റുന്നത്? മാറ്റേണ്ടിയിരുന്നത് സെക്ഷൻ 53 അല്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. 53 എന്ന് പറയുന്നത് ഇപ്പോൾ ഏതെങ്കിലും ഒരു പള്ളിക്ക് കുറച്ച് വസ്തു വാങ്ങി എങ്കിൽ അവർ വഖഫ് ബോർഡിന്റെ പ്രിയർ പെർമിഷൻ എടുത്തിരിക്കണം എന്നാണ് 53 പറയുന്നത്. അപ്പോൾ ഈ 53 ആയിരുന്നു മാറ്റേണ്ടിയിരുന്നത്, സെക്ഷൻ 40 അല്ല എന്ന് വിളിച്ചു പറഞ്ഞ ഒരു വഖഫ് ആക്ടിനെ സംബന്ധിച്ചോളം വിളിച്ചു പറഞ്ഞ ഒരു വിഡ്ഢിയാണ് ഈ വി.ഡി. സതീശൻ. അദ്ദേഹം ഇന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു, ഇതിൽ ഈ അമെന്റ്മെന്റ് കൊണ്ട് മുനമ്പംകാർക്ക് യാതൊരു വിധത്തിലുള്ള പരിഹാരവും ഉണ്ടാകില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് വായിക്കുന്നത്. അതായത്, പ്രൊവൈഡഡ് ഫർദർ that nothing in this act shall, notwithstanding any judgment, decree or order of any court, apply to a trust (bracket by whatever name called) established before or after the commencement of this act, or statutorily regulated by any statutory provision pertaining to public charities by a Muslim for purposes similar to a waqf under any law for the time being in force എന്നാണ് വരാൻ പോകുന്ന ഈ അമെന്റ്മെന്റ്. പുതിയ നിയമത്തിന്റെ സെക്ഷൻ 2 ഇങ്ങനെ കാണാം. അപ്പോൾ ഇത് എങ്ങനെ മുനമ്പത്തിന് ബാധകമാക്കാതിരിക്കാം എന്നുള്ള ചിന്തയിലാണ് ഇപ്പോൾ കോൺഗ്രസ് വന്നിട്ട് റിസർച്ച് നടത്തിക്കൊണ്ട് ഇരിക്കുന്നത്. അപ്പോ ഈ സെന്റൻസിലെ സബ്ജക്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ബൈ എ മുസ്ലിം. ഒരു മുസ്ലിമാണ് ഇതിലെ സബ്ജക്ട്, കർത്താവ്. മനസ്സിലായില്ലേ? എന്താണ് ഇതിന്റെ അർത്ഥം? അതായത്, ഞാൻ വായിച്ച് പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ് എങ്കിൽ, ഈ ആക്ട് നിലവിൽ വരുന്നതിനോ അതിനുശേഷം, അതായത് റെട്രോസ്പെക്റ്റീവ് എഫക്ട് അവിടെ വരികയാണ്. ഈ ആക്ട് നിലവിൽ വരുന്നതിനോ മുമ്പോ ശേഷമോ ഏതെങ്കിലും ഒരു മുസ്ലിം ഈ വഖഫ് ഉണ്ടാക്കുന്ന സമയത്ത് ചില പർപ്പസും, പയസ്, റിലീജിയസ്, ചാരിറ്റബിൾ എന്നീ പർപ്പസുകളാണ്. അപ്പോ ഏതെങ്കിലും ഒരു മുസ്ലിം അത്തരം ഒരു വഖഫിന്റെ പർപ്പസിന് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള പർപ്പസിന് വേണ്ടിയിട്ട് ഒരു വസ്തു ദാനം കൊടുത്തത് ഒരു ട്രസ്റ്റിന്റെ രൂപത്തിൽ, ട്രസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി അത് ട്രസ്റ്റ് ആക്ടിന്റെ അടിയിൽ രജിസ്റ്റർ ചെയ്തിട്ട് ആണോ? അല്ലാത്ത പക്ഷം സ്റ്റാറ്റ്യൂട്ടറി റെഗുലേറ്റഡ് ബൈ എനി സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ, ഏതെങ്കിലും ഒരു ചട്ടം, അതായത് ഇപ്പൊ വഖഫ് ആക്ട് ഒരു ചട്ടമാണ്, സ്റ്റാറ്റ്യൂട്ടാണ്. ഇപ്പോ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് ഓഫ് 1860 അതും ഒരു ചട്ടമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ചട്ടത്തിന്റെ അടിയിൽ ആ ചട്ടങ്ങളാൽ റെഗുലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ബോഡിക്കാണ് എങ്കിലോ വഖഫ് ആക്ടിന്റെ സെക്ഷനുകൾ അതിന് അത്തരം വസ്തുക്കൾക്ക് ബാധകം ആയിരിക്കില്ല എന്നാണ് ഇതിൽ വരാൻ പോകുന്ന മാറ്റം. മുൻകാല പ്രാബല്യമുണ്ട് അല്ലെ? ബിഫോർ ഓർ ആഫ്റ്റർ ദ കമൻസ്മെന്റ് ഓഫ് ദിസ് ആക്ട്. അപ്പൊ ഈ ആക്ട് നിലവിൽ വരുന്നതിന് മുമ്പോ പിമ്പോ, അപ്പോ റെട്രോസ്പെക്റ്റീവ് ഒക്കെ അവിടെ വന്നു കഴിഞ്ഞു. മൊത്തത്തിൽ ഈ ആക്ടിന് റെട്രോസ്പെക്റ്റീവ് എഫക്ട് ഇല്ല എങ്കിലും സെക്ഷൻ 2 രണ്ടാമത്തെ വരാൻ പോകുന്ന ഈ നിർദ്ദേശത്തിന് റെട്രോസ്പെക്റ്റീവ് എഫക്ട് ഉണ്ടായിരിക്കുന്നതാണ് എന്നാണ് അത് വായിച്ചാൽ നമുക്ക് മനസ്സിലാകുക. അപ്പോ ഇനി നമുക്ക് ഫാക്ച്വൽ കാര്യത്തിലേക്ക് വരാം. എന്താണ് മുനമ്പം? മുനമ്പത്തിനെ നമുക്ക് തൽക്കാലം മാറ്റി നിർത്താം. ഇനി നമുക്ക് മുനമ്പം വിഷയത്തിന് പകരം ഫറൂഖ് കോളേജ് വിഷയം എന്ന് സംസാരിക്കാം. ഇപ്പോൾ 1950 നവംബർ മാസം 1-ാം തീയതി സിദ്ദിഖ് സെട്ടു എന്ന് പറയുന്ന മുസ്ലിം, അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ക്രൈറ്റീരിയ നമ്മൾ ഫുൾഫിൽ ചെയ്യുക, ബൈ എ മുസ്ലിം. സിദ്ദിഖ് സെട്ടു വാസ് എ മുസ്ലിം. മതപരമായ ഒരു വഖഫിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി, അതായത് ഇപ്പൊ വഖഫ് ബോർഡും വഖഫ് സംരക്ഷണ സമിതിയൊക്കെ പറയുന്നത് ഈ സിദ്ദിഖ് സെട്ടു വഖഫ് ഉണ്ടാക്കിയെന്നാണ് അല്ലേ? സിദ്ദിഖ് സെട്ടു വഖഫ് ഉണ്ടാക്കിയെന്നാണ് ഈ നിമിഷം വരെ അവന്റെ വാദം. അപ്പോ സിദ്ദിഖ് സെട്ടുവിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇറ്റ് വാസ് സിമിലർ ടു എ വഖഫ്. അതിനാർക്കും ഇനി സംശയമില്ല, തർക്കത്തിന്റെ ആവശ്യം ഇല്ല. അപ്പോ എങ്ങനെയാണ് ചെയ്തത്? ഒരു ട്രസ്റ്റ് ആയിട്ടാണോ അദ്ദേഹം ചെയ്തത്? ഒരു സൊസൈറ്റി ഏതെങ്കിലും ഈ സ്റ്റാറ്റ്യൂട്ട് പ്രകാരം റെഗുലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സിസ്റ്റത്തിനാണോ കൊടുത്തത്? അപ്പോൾ നമ്മള് ഈ അന്നത്തെ പ്രമാണം വായിക്കുകയാണ് എങ്കിൽ, സിദ്ദിഖ് സെട്ടുവിന്റെ പ്രമാണം വായിക്കുകയാണെങ്കിൽ അതിൽ മൂന്നാമത്തെ വരി തുടങ്ങുന്നത് ഇന്ത്യൻ
ഇന്ത്യൻ സർക്കാർ വക 1861 21 നമ്പർ ആക്ടിന് കീഴിൽ രജിസ്റ്റർ ചെയ്ത് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടിനടിയിൽ രജിസ്റ്റർ ചെയ്ത് പിന്നെ മലബാർ സംസ്ഥാനത്ത് ഏറനാട് താലൂക്കിൽ ഫറൂഖ് ദേശത്ത് പിന്നെ എന്തോ ഒരു അംശം, നമ്മുടെ ആ വാക്ക് ഞാൻ പറഞ്ഞു, അംശത്ത് ഓഫീസ് സ്ഥാപിച്ചു പ്രവർത്തിച്ചു വരുന്ന ഫറൂഖ് കോളേജ് എന്നാണ് ആ പ്രമാണത്തിൽ തന്നെ എഴുതിയിട്ടുള്ളത്. അപ്പോ ഇതൊരു സൊസൈറ്റി ആണ് എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. 1860 ആക്ട് എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ട് ആണ്. അത് 1960 അമൻഡ് ചെയ്യപ്പെട്ടു. ഇപ്പോഴും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നിലവിലുള്ള ഒരു നിയമമാണ് ഈ 1960. നേരത്തെ ഇത് 1860 ഇപ്പൊ 1960 ഈ സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട്. അപ്പൊ ഇവിടെ വരുമ്പോ 3 ക്രൈറ്റീരിയയും ഫുൾഫിൽ ചെയ്യപ്പെടുക. അതായത് സിദ്ദീഖ് സേഠ് ഒരു മുസ്ലിമാണ്, പർപ്പസ് ഒരു വഖഫിന് അതിൻ്റെതായ രീതിയിലുള്ള ലക്ഷ്യങ്ങളായിരുന്നു, കൊടുത്തത് ഒരു സൊസൈറ്റിക്കായിരുന്നു. ആ സൊസൈറ്റി ഒരു സ്റ്റാറ്റ്യൂട്ടറി ചട്ടങ്ങളെ പ്രകാരം നിയന്ത്രിക്കപ്പെടുന്ന ഒരു സ്ഥാപനം ആയിരുന്നു. അതുകൊണ്ട് ഇനി നമ്മൾക്കടുത്തായിട്ട് പിന്നെ അതുകൂടാതെ ഇത് അഥവാ ഈ മുനമ്പം എന്ന് പറയുന്നത് ഇനി സുപ്രീം കോടതി പോലും പറഞ്ഞിട്ടുണ്ട് ഇതൊരു വഖഫാണെങ്കിൽ പോലും, നോട്ട് വിസ്റ്റാൻഡിങ് എനി ജഡ്ജ്മെന്റ് ഡിഗ്രി ഓർ ഓർഡർ ഓഫ് എനി കോർട്ട് എന്നാണ് പറഞ്ഞത്. അതായത് ഇവർ സുപ്രീം കോടതി തന്നെ ഇതിനകം മുനമ്പം ഒരു വഖഫാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും സിദ്ദീഖ് സേഠ് ഒരു വഖഫ് ഉണ്ടാക്കേണ്ട ലക്ഷ്യത്തിന് വേണ്ടി കൊടുത്തതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായ ഈ ഒരു സൊസൈറ്റിയായ ഫറൂഖ് കോളേജിന് ആണെങ്കിൽ ഈ വഖഫ് ബോർഡിന് അതിന്മേൽ ക്ലെയിം ഉന്നയിക്കാൻ സാധ്യമല്ല. മറ്റൊരു അർത്ഥം. അപ്പോ ഈ ഫാക്ച്വൽ സിറ്റുവേഷൻസ് ഒക്കെ അറിയാമെങ്കിൽ മാത്രമേ ഇത് വായിച്ചാൽ ഒരു വ്യക്തിക്ക് ഇത് പരിഹാരം കണ്ടെത്താൻ കഴിയും. അല്ലാതെ ഈ വഖഫ് ആക്ട് നോക്കാതെ ഈ കുടുംബത്തിന്റെ ചരിത്രം പഠിക്കാതെയും ഈ 1971 ഫറൂഖ് കോടതി വിധി വായിക്കാതെയും ഹൈക്കോടതി വിധി വായിക്കാതെയും ഇങ്ങനെ മൈക്കിന്റെ മുമ്പ് വന്നിട്ട് ഈ രാഷ്ട്രീയക്കാർ വിളിച്ചു പറയുന്ന കാര്യത്തിനൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ല. ഇന്നിപ്പോ ഒരുപക്ഷെ നമ്മുടെ രാജ്യസഭയിലും ഈ നിയമം പാസ്സാക്കപ്പെടും, പിന്നെ അടുത്തത് പ്രസിഡന്റ് ഒപ്പിടണം. ഇപ്പോഴത്തെ ഈ ഗവൺമെന്റ് സ്പീഡ് കാണുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരാഴ്ചക്കകം തന്നെ ഇതിന്റെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വരും എന്നാണ് എന്റെ വിശ്വാസം. ആ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ തന്നെ മുൻപത്തെ ജനങ്ങളോട് പറയുന്നത് നിങ്ങളൊരു മാസ് ആയിട്ട് ഒപ്പ് ശേഖരണം നടത്തണം. അവിടെയുള്ള 60 കുടുംബങ്ങളിലെയും എല്ലാ അംഗങ്ങളും ഒപ്പ് ഇട്ട് വയ്ക്കുക. ഇത് വന്നു കഴിഞ്ഞാൽ ഒരു നിവേദനം എഴുതി ഈ ഇതുവരെയുള്ള ബന്ധപ്പെട്ട ഇത് ഫറൂഖ് കോളേജ് ഒരു സൊസൈറ്റി ആണെന്ന് കാണിക്കുന്ന രേഖയൊക്കെ ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. അവരുടെ വയലേയും എനിക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാം കൂടെ നിവേദനം കൊടുക്കുക. ഈ പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അതിൽ വരുത്തിയിരിക്കുന്ന 2ാമത്തെ സെക്ഷനിലെ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന കാരണങ്ങളാൽ വഖഫ് ബോർഡിന് ഫറൂഖ് കോളേജിൽ ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ഫറൂഖ് കോളേജിൽ അവരെ വസ്തു അവർക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ വിൽക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യും. ഞങ്ങൾ കാശ് കൊടുത്ത്, ഞങ്ങൾ കഷ്ടപ്പെട്ട കാശ് കൊടുത്ത് ഫറൂഖ് കോളേജ് എന്ന് പറയുന്ന സൊസൈറ്റിയിൽ നിന്നുമാണ് വസ്തു വാങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു വഖഫ് പ്രോപ്പർട്ടി ആണെന്ന് ക്ലെയിം ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ തിരിച്ചു തരണം എന്ന് ആവശ്യപ്പെടാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കേരളത്തിലെ ഞാൻ തുറന്നുള്ള കാര്യം ഉള്ളതുപോലെ പറയുന്ന മനുഷ്യന് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആൾക്കാർക്ക് മുനമ്പം പ്രശ്നം പരിഹരിക്കുന്നതിൽ ദുഃഖമാണ്. ഈ ആൾക്കാർ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ഒരു സൂചിക്കുന്ന ഒരു വർഗമാണ്. അങ്ങനെ ആയിപ്പോയി നമ്മുടെ ഇപ്പോഴത്തെ കേരളം. കൊടുത്തു കഴിഞ്ഞാൽ പോലും ഇവിടെയുള്ള LDFും ഇവിടുത്തെ UDFിനും ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് യാതൊരു ആഗ്രഹവും. അന്നും അവർ മുസ്ലിങ്ങളുടെ പിറകെ അവരുടെ വോട്ടും തേടി അവരുടെ പുറകെ ആയിരിക്കും നടക്കാൻ പോവുക. നമ്മൾ നിവേദനം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഉടനടി തന്നെ ഒരു മുഖ്യമന്ത്രിനെ അങ്ങനെ തീരുമാനിക്കുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഉടനടി തന്നെ ഒരു പരിഹാരം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ആ അവസ്ഥയിൽ അവർ ചെയ്യേണ്ടത് ഹൈക്കോടതിയിൽ പോയിട്ട് ഒരു റിട്ട് ഫയൽ ചെയ്തിട്ട് അവർക്ക് പരിഹാരം തേടുക എന്നുള്ളതാണ്.